ഈ പറഞ്ഞ സോണി കുറ്റമറ്റതാണോ എന്ന് ഒന്നാമതായിട്ട് ബ്ലോഗർമാർക്കിടയിൽ തരംഗമായ കാനോൺ വീട്ടിൽ G7X രണ്ടാമൻ. രണ്ടാമതായി ആക്ഷൻ ഹീറോ GoPro വീട്ടിൽ Hero8. മൂന്നാമതായി കാനോൺ വീട്ടിലെ തന്നെ M50. അപ്പോൾ കേട്ടല്ലോ, ഇതാണ് കേസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വിദ്യാഭ്യാസം നടത്താൻ പോവുകയാണ്, ഒരു ക്യാമറ റിവ്യൂ. അതാണ് സംഭവം. അപ്പോൾ ഒരു ക്യാമറ റിവ്യൂ നടത്താൻ ഇത്രയൊക്കെ ബൂസ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ രസം. അപ്പോൾ പുതിയൊരു വ്ളോഗിങ് ക്യാമറ അന്വേഷണം നടക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അതിലൂടെ തീർച്ചയായിട്ടും ഒരു തീരുമാനത്തിലെത്താൻ പറ്റും ഏതാണ് ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറ എന്നുള്ളത്. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ടൊരു വ്ളോഗിങ് ക്യാമറ, സോണിയുടെ പുതിയൊരു വ്ളോഗിങ് ക്യാമറ, നല്ല പെർഫെക്റ്റ് ക്യാമറയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സാധാരണഗതിയിൽ വ്ളോഗേഴ്സ് ഉപയോഗിക്കുന്ന ഒരു 4 ക്യാമറ, ആ 4 ക്യാമറയും ഒരുമിച്ച് വെച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് ക്യാമറ അന്വേഷണം നടക്കുന്ന ഒരാൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കറക്കത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വീഡിയോ വ്ളോഗിങ് ക്യാമറ അന്വേഷിച്ച് വാങ്ങാൻ സമയത്ത് നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും. നമ്മൾ പല യൂട്യൂബ് റിവ്യൂസ് നോക്കും. അപ്പോൾ നമ്മൾ വാങ്ങിയതിന് ശേഷം പിന്നീട് ആ ക്യാമറ മാറ്റണം എന്നുള്ള ഒരു സാഹചര്യം വന്നത് സാധാരണക്കാർക്ക് അത് പറ്റില്ല. ക്യാഷ് ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ. അന്വേഷിക്കുന്ന സമയത്ത് പലരും പല അഭിപ്രായമായിരിക്കും പറയുന്നത്. സോണിയുടെ ZV1 G7X GoPro Canon M50 എന്നുള്ളൊരു മോഡൽ, ഒരു മൊബൈലാണ് എല്ലാ പരിപാടിയും നടത്തും. സ്റ്റിൽ ഐ കൺഫ്യൂസ്ഡ്. ക്യാമറയെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പലരും പല അഭിപ്രായമായിരിക്കും. നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല ഏത് ക്യാമറ വാങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് കോടതി വിധി എന്തായി എന്ന് നോക്കാം. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. യെസ്, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കോടതിക്ക് എന്നല്ല ഒരാൾക്കും തീരുമാനത്തിലെത്താൻ പറ്റില്ല. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. യെസ്, അപ്പോൾ ബെസ്റ്റ് ക്യാമറ ഏതാണെന്ന് തീരുമാനിക്കാൻ ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഞാൻ കാണുന്നുള്ളൂ. തെളിവുകൾ നിരത്തിക്കൊണ്ട് നമുക്കൊരു ഫൈനൽ ഡിസിഷനിലെത്താം ഏതാണ് ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറ എന്ന്. സോണിയുടെ കഴിവുകൾ മികച്ചതല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? യെസ്, അപ്പോൾ സോണിയുടെ പെർഫോമൻസ് നമുക്ക് തെളിയിക്കാനായിട്ട് ഒരു റിവ്യൂ അല്ലെങ്കിൽ സോണിയുടെ വിഷ്വൽസോ കിട്ടിയിട്ട് മാത്രം പോരാ. നമുക്ക് വേണ്ടത് തെളിവുകളാണ്. അപ്പോൾ ഈ ഒരു 4 ക്യാമറയും നമ്മൾ ഒരുമിച്ച് ഒരു ട്രൈപോഡിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് തെളിവുകളായിട്ട് സമർപ്പിക്കാം. അതിലൂടെ നമുക്ക് ലൈവായിട്ട് നമുക്ക് പെർഫോമൻസ് കണ്ടുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം ഏത് ക്യാമറയാണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബാക്കിൽ 4 ക്യാമറകളെ ട്രൈപോഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 ക്യാമറകളും ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര ഫൈറ്റിങ്ങിലാണ് ഗൈസ്. വലിയ സംഭവമാണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് കേവലം ഒരു ടച്ച് ഓപ്ഷൻ പോലുമില്ല. സോണിയുടെ ഈ ഒരു പ്രൈസ് അനുസരിച്ച് ഇതിലൊരു ടച്ച് ഇല്ല എന്നുള്ളത് വളരെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടച്ച് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ടച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് സോണിയെ അപേക്ഷിച്ച് നമുക്ക് ഫോക്കസ് പോയിൻ്റ് മാത്രമേ നമുക്ക് ടച്ച് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ബട്ടണാണ്. സോണി ഇത്രയും ഒരു പ്രൈസുള്ള ഒരു ക്യാമറ ടച്ച് ഇല്ലാണ്ട് പുറത്തിറക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താണ് അതിൽ തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ. പ്ലാസ്റ്റിക് ബോഡി, ഒരു ടച്ചില്ല, ഇതൊക്കെ ഇല്ലാത്ത നിന്നെ ഞങ്ങളുടെ ഇരട്ടി വിലക്കല്ല വിൽക്കുന്നത്. ശരിയാണ്, എനിക്ക് എൻ്റെതായ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട്.
സോണിയുടെ ഈ ഒരു ZV1 എന്ന് പറയുന്നത് ഏകദേശം ഒരു 3000 റിയാലോളം പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് 4K വീഡിയോ ഉണ്ട്, ക്രോപ്ഡ് ആണെങ്കിൽ 4K വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും സോണിയുടെ ഈ ഒരു ക്യാമറയിലുണ്ട്. മാത്രമല്ല സോണി എന്ന് പറയുന്നത് ഇത് മെറ്റൽ ബോഡി അല്ല, മറ്റ് ക്യാമറകളെയൊക്കെ അപേക്ഷിച്ച് ഇത് വളരെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് കൂടെയാണ്. യെസ്, ഗോപ്രോയിൽ 4K എടുക്കാം, അതുപോലെ തന്നെ M50യിൽ 4K എടുക്കാൻ പറ്റും. നമുക്ക് G7X നമുക്ക് ഇപ്പോൾ G7X Mark 2 ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 4K റെക്കോർഡിംഗ് ഇല്ല. ബട്ട് G7X Mark 3യിൽ 4K നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവന്മാർ അവിടെ ഇരുന്ന് അലമ്പാക്കുന്നതിന് മുന്നേ നമുക്ക് ഇവരുടെ പെർഫോമൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഡേ ലൈറ്റ് പെർഫോമൻസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നൈറ്റ് വിഷൻ, സൗണ്ട്, സ്റ്റെബിലിറ്റി, ഫോക്കസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വ്ളോഗിങ് ചെയ്യുന്ന രീതിയിലാണ് നടക്കണം. ഈ 4 ക്യാമറയും കൊണ്ട് കൈ പിടിച്ച് നടക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം വീഡിയോ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഈ ലാസ്റ്റിൽ ZV1 ഉണ്ട്, ഇത് G7X, ഇത് M50, ഇത് GoPro. അപ്പോൾ എത്രത്തോളം അത് വീഡിയോ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നുണ്ടോ നമുക്ക്. എല്ലാം ഓട്ടോ മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. 60 ഫ്രെയിമിലാണ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഈ 4 ക്യാമറയുടെയും ഡേ ലൈറ്റ് പെർഫോമൻസ്, അപ്പോൾ ഡേ ലൈറ്റ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറയുടെ വീഡിയോ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ഇനി നമുക്കൊന്ന് ഓടി നോക്കാം. GoPro പിന്നെ നമുക്ക് പറയേണ്ടതില്ല, GoPro പക്ക സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. നല്ല സ്റ്റെബിലൈസ് ആയിട്ടുള്ള ക്യാമറ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ക്യാമറയിലേക്ക് നല്ല ലൈറ്റ് വരുന്നുണ്ടാവും. നമ്മൾ സൂര്യനെ നേരെ പിടിച്ചിരിക്കും. അതിന് ശേഷം നമ്മൾ നേരെ ലൈറ്റ് പറഞ്ഞ ഡാർക്കായിട്ടുള്ളൊരു ഏരിയയിലേക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് വീഡിയോ ക്ലാരിറ്റി തരുന്നുണ്ട് ക്യാമറ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 4 ക്യാമറയുടെയും സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 4-5 മീറ്റർ ഡിസ്റ്റൻസിലാണ്, ക്യാമറയുടെ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ എക്സ്ട്രാ മൈക്ക് കൊടുത്താണ്, ഇവിടെ മൈക്ക് കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ക്യാമറയുടെ ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ ക്യാമറയുടെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നല്ല വിൻഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്യാമറയിൽ വിൻഡ് നോയ്സ് ഉണ്ടെന്നറിയില്ല. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നത് സോണിയിലും ക്യാമറ ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ M50യിലും എക്സ്ട്രാ ക്യാമറ, സോണിയിലും ക്യാമറ ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ M50യിലും എക്സ്ട്രാ മൈക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം. GoPro 8ൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മൈക്കില്ല, G7Xൽ മൈക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് G7Xൽ ഇൻബിൽറ്റ് മൈക്ക്, സത്യത്തിൽ കാറ്റ് അവിടെ ഇങ്ങോട്ടാണ് ക്യാമറയിൽ എത്രത്തോളം ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അതിനുശേഷം നമുക്ക് M50യിലെ മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി കാണുന്നത് GoPro. ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ എങ്ങനെ സൗണ്ട് ഉണ്ടെന്ന് നോക്കാം. സോണി ZV1ലെ സൗണ്ട് എത്രത്തോളം ഉണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2-2.5 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് G7Xൽ എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് നോക്കാം. M50യിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് M50യിലെ സൗണ്ടാണ്. ആ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് GoProയിലെ സൗണ്ട് നോക്കാം. കാറ്റുണ്ട്, ഷേക്കിംഗ് ഉണ്ട്, എന്താവുമെന്ന് ശരിക്കും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഒന്നുകൂടെ അടുത്ത് നിൽക്കണം. ഏകദേശം നമ്മളൊരു വ്ളോഗിങ് സ്റ്റൈലിലാണ് ക്യാമറ നിൽക്കുന്നത്, ആ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് എത്രത്തോളം ഉണ്ട് നോക്കാം. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സോണിയിലാണ് വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അതിനുശേഷം ഇപ്പോൾ ഇതാ നമ്മൾ G7Xൻ്റെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അതിനുശേഷം നമ്മുടെ M50യിൽ എത്രത്തോളം സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് നോക്കാം. ഇൻബിൽറ്റ് സൗണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ GoProയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്ക് കൊടുത്തിട്ടാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വിൻഡ് മഫും കൂടെ ഒന്ന് വെച്ച് നോക്കാം. വിൻഡ് മഫ് ഉണ്ട്, ആ വിൻഡ് മഫ് വെച്ചിട്ട് സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. യെസ്, നമ്മൾ സോണിക്ക് ഈ വിൻഡ് മഫ് ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ
നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ ഈ വിൻഡ് മഫ് വെച്ചിട്ട് എത്രത്തോളം നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നുണ്ട് നോക്കാം. നമ്മൾ സോണിയുടെയും അതുപോലെ തന്നെ G7Xലാണ് ഇപ്പം വിൻഡ് മഫ് വെച്ചത്. ഇനി അതിന് ശേഷം നമുക്ക് മൈക്ക് ഉണ്ട്. മൈക്ക് നമുക്ക് ZV-ലും സോണിയുടെ ZV-ലും കണക്ട് ചെയ്യാം, M50-ലും മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ രണ്ട് ക്യാമറയിലും നമുക്ക് ബോയയുടെ ഒരു ബൂം മൈക്ക് ഉണ്ട്, ഷൂട്ട് ഗൺ മൈക്ക്. ആ മൈക്ക് വെച്ചിട്ട് സൗണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് M50-ൽ മൈക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രൈപോഡൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് സംഭവം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മീറ്ററിൽ എത്രത്തോളം നമ്മൾ എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൈക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. ഇനി അതുപോലെ ഞാനിപ്പോൾ ഒരു വ്ളോഗിങ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. നമ്മൾ വ്ളോഗ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ മൈക്കും ക്യാമറയും നമ്മൾ M50 ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ M50-ൽ എത്രത്തോളം നമ്മൾ എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ മൈക്കിൻ്റെ വോയിസ് ക്വാളിറ്റി എത്രത്തോളം നമുക്ക് നോക്കാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ മൈക്കൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇനി സോണി ZV1-ലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആക്ച്വലി സോണി ഇപ്പോൾ റെക്കോർഡിങ്ങിലാണ്. ഞാൻ എക്സ്ട്രാ മൈക്ക് കൊടുത്തിട്ടുണ്ട്, ബോയയുടെ നമ്മൾ നേരത്തെ M50-ൽ കൊടുത്ത ആ മൈക്ക് ഊരിയിട്ട് ഇപ്പോൾ സോണിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കാറ്റടിക്കുന്ന നല്ല ഷേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സോണിയുടെ എക്സ്ട്രാ മൈക്ക് ഉപയോഗിച്ചിട്ട് എത്രത്തോളം വോയിസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ കാറ്റൊന്നും അമരാൻ നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. സോണിയുടെ ഈ ഒരു ക്യാമറയിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റിനെ ഇപ്പോൾ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ക്യാമറ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫോക്കസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സോണിയുടെ ഈ ഒരു ഫോക്കസിങ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നോക്കാം. ഇതൊരു M50 കണക്ട് ചെയ്യുന്ന ഒരു എക്സ്ട്രാ 50mm ഒരു ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമുക്കിത് ഫ്രണ്ടിലേക്കൊന്ന് കൊണ്ടു നോക്കാം. എത്രത്തോളം ഈ 3-4 ക്യാമറ നമുക്ക് GoPro ഇപ്പോൾ ഒഴിവാക്കാം. ഈ ഒരു 3 ക്യാമറ എത്രത്തോളം ഫോക്കസിങ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ക്യാമറ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി സമയം ഏകദേശം ഒരു 10 മണി ആവാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇൻബിൽട്ട് ഓൾറെഡി ഉള്ള ക്യാമറയുടെ മൈക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ 4 ക്യാമറയുടെയും നൈറ്റ് ക്വാളിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നൈറ്റ് വിഷൻ ക്വാളിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 4 ക്യാമറയും ഇത് GoProയുടെ വിഷ്വലാണ് കാണുന്നത്. ഇത് M50, ഇത് നമ്മുടെ G7Xും, ഇത് സോണിയുടെ ZV-യും. അപ്പോൾ നമ്മൾ കളറും കാര്യങ്ങളും ഇതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഡിറ്റിങ്ങിലിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ GoPro ഉപയോഗിച്ച് വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു സൂമിങ് എന്ന് പറഞ്ഞ പ്രശ്നം. ഡേ ലൈറ്റിൽ ഇതിൻ്റെ സൂമിങ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് ആ സമയത്ത് നമ്മുടെ സോണിയുടെ ബാറ്ററി തീർന്നു പോയി. സ്പെയർ ഇപ്പം ഞാൻ എടുത്തിരുന്നില്ല. അപ്പോൾ ബാറ്ററി തീർന്ന കാരണം ആ സൂമിങ് ടെസ്റ്റ് നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ ഇനി ഈ രാത്രി നമ്മൾ ഒരു സൂമിങ് ടെസ്റ്റ് നടത്തി നോക്കാം. നമുക്കിവിടെ GoProയും അതുപോലെ M50യും അതിനൊരു മാക്സിമം സൂമിങ്ങിനൊരു മാക്സിമം ഉണ്ട്. അത് വിട്ടിട്ട് അത് സൂം ചെയ്യാൻ പറ്റില്ല. അത് കാരണം M50 ലെൻസാണ്. GoPro നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് നമുക്ക് G7X ആണ്, അതുപോലെ സോണിയാണ്. സോണീൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും സൂമിങ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് M50 ഇതിൻ്റെ 35mm ലെൻസാണുള്ളത്. 15-ൻ്റെ 35mm ആണ്. അപ്പോൾ അതിൽ നമുക്ക് സൂമിംഗ് ഉള്ളത് മാക്സിമം സൂമിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത്രേ സൂമിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് G7X ആണ്. G7X നമുക്ക് വളരെ സ്മൂത്ത് സൂമിങ് നമുക്കിതിൽ നടക്കും, റെക്കോർഡിങ്ങിൽ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ZV-ൻ്റെ സൂമിങ് നോക്കാം. ZV-ലും നമുക്ക് നല്ല സ്മൂത്ത്
സൂമിങ് നടക്കുന്നുണ്ട്. ബട്ട് ഇതാണ് ഇതിൻ്റെ മാക്സിമം സൂമിങ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഈ കേസിൻ്റെ ഫൈനൽ കോടതി വിധി എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് കോടതി വിധി എന്തായി എന്ന് നോക്കാം. സുപ്രധാനമായ ഈ കേസിലെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വിധി പറയുന്നതിനായി ബഹുമാനപ്പെട്ട കോടതി ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ വീഡിയോ കാണുന്നവർക്കായി ഓപ്പൺ ചെയ്തു കൊടുത്തുകൊണ്ട് കൂടുതൽ പൊതു അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം വിധി പ്രഖ്യാപിക്കുന്നതായിരിക്കുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ യാത്രകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. പുതിയ യാത്രാ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. മിസ്റ്റർ സോണി, നീ എന്ത് കാണാനാണ്? ഷട്ടറിട്ട് പൊക്കോളൂ.